അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ചെവി കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നേക്കുമായി നമ്മുടെ തലച്ചോറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്, അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായാൽ ഒരിക്കലും നമ്മളിൽ നിന്ന് അത് പോയി തരാം, നമുക്കത് മായ്ച്ച് കളയാൻ പറ്റിയല്ല. മറക്കാം, നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളൊക്കെ നമ്മൾ മറക്കാറുണ്ട്. പക്ഷെ മറന്നാലും സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഓർമ്മയിലേക്ക് പൊങ്ങി വരും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധാലുവായിരിക്കണം. ചില ആളുകൾ ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ നഗ്നചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പം അവരുടെ വിചാരം വേറെ കുഴപ്പത്തിനൊന്നും ഞാൻ പോകുന്നില്ലല്ലോ, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്നൊക്കെയാണ് അവർക്ക് ചിന്തിക്കുന്നത്. പക്ഷേ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, നീ അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് വ്യക്തികളെ കാണാനുള്ള കഴിവ് ഇല്ലാതാകും. നീ കാണുന്നത് അവരുടെ ചില അവയവങ്ങളായിരിക്കും. വ്യക്തിയെ കാണാൻ നിനക്ക് പറ്റിയല്ല, നീ ഏത് വ്യക്തിയെ കണ്ടാലും അവരുടെ ചില അവയവങ്ങളായിരിക്കും നീ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവയവം കാണുന്ന നിനക്ക് ഉണ്ടാകുന്നത് അത് ഉപയോഗിക്കാനുള്ള പ്രേരണയാണ്. വ്യക്തിയെ കാണുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കുവാനുള്ള അഭിലാഷം ഉണ്ടാകുന്നത്. അവയവം കാണുന്നവൻ എപ്പോഴും ഉപയോഗിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെ ആ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വളരുകയും സ്നേഹിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് നമ്മൾ കണ്ണുകൊണ്ടും മറ്റുമൊക്കെ കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമായ കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മുടെ തലയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അത് ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്. അതുകൊണ്ട് അത് മാറണമെങ്കിൽ ആ സെല്ലുകൾ നശിക്കണം.